And although he's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൽ നമുക്ക് ഇൻഡംനിറ്റി എന്താണെന്ന് പഠിക്കാം, ഗ്യാരണ്ടി എന്താണെന്ന് പഠിക്കാം, ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്താണെന്ന്. കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ് ടു ഹിം. ഒരാൾക്ക് ഒരു ലോസ് ഉണ്ടായി, അപ്പോൾ ആ ലോസ് ഉണ്ടായത് നിന്ന് അയാളെ സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസ്, അതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോസ് വന്നിരിക്കുന്നത് ബൈ ദ കോണ്ടക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ്, ആരാണ് പ്രോമിസ് ചെയ്യുന്നത് അയാളുടെ കാരണം ഉണ്ടായ ലോസ് ആയിരിക്കാം, ഓർ ബൈ ദ കോണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ കാരണം ഉണ്ടായ ഒരു ലോസ് ആയിരിക്കാം. അപ്പം ആ ലോസ് എങ്ങനെ വന്ന ലോസ് ആയി കഴിഞ്ഞാലും ആ ലോസിൽ നിന്ന് അയാൾ സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രോമിസ് ചെയ്യാണ്. ഈ ഒരു കോൺട്രാക്റ്റിനെയാണ് ഇറ്റ് ഇസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. ഇപ്പം ഇതിൽ പ്രോമിസ് ചെയ്യുന്ന പേഴ്സൺ ഉണ്ട്, പ്രോമിസ് കിട്ടിയ പേഴ്സൺ ഉണ്ട് അല്ലേ. ദ പേഴ്സൺ ഹു പ്രോമിസസ് ടു മേക്ക് ഗുഡ് ദ ലോസ് ഈസ് കോൾഡ് ഇൻഡംനിഫയർ. അപ്പം ആരാണ് പ്രോമിസ് ചെയ്യുന്നത് അയാൾ ഇൻഡംനിഫയർ എന്ന് പറയും. ആൻഡ് ദ പേഴ്സൺ ഹൂസ് ലോസ് ഈസ് ടു ബി മെയ്ഡ് ഗുഡ്, ആരുടെ ലോസ് ആണ് നമ്മൾ ഇൻഡംനിഫൈ ചെയ്യേണ്ടത് ആ പേഴ്സൺ നമ്മൾ ഇൻഡംനിഫൈഡ് ഓർ ഇൻഡംനിറ്റി ഹോൾഡർ എന്ന് പറയും. ഇപ്പം നമ്മൾ നോർമലി കാണുന്ന കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇല്ലേ, ഒരാൾക്ക് ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നമുക്കത് കവർ ചെയ്ത് തരും അല്ലേ. ഇപ്പം കോൺട്രാക്ട് ഫയറിൻ്റെ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫയർ ഉണ്ടായി, അതിൽ നമുക്ക് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് അത് ലോസ് കവർ ചെയ്യാനുള്ള പൈസ, അതിനെന്താ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് തരും അല്ലേ. ഇതൊരു ടൈപ്പ് ഓഫ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനാണ് നമ്മൾ ഇൻഡംനിറ്റി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷനിൽ നമ്മൾ ഇംപ്ലൈഡ് പ്രോമിസിനെ നമ്മൾ പറയുന്നില്ല. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയാതെ അയാളുടെ ബിഹേവിയർ കൊണ്ട് ചിലപ്പം ഇങ്ങനെ ഒരു പ്രോമിസ് അവിടെ വരാം. ഇനി പ്രോമിസറിനോ വേറെ ആരോ കാരണമല്ലാതെ ഉണ്ടായിരിക്കുന്ന ആക്സിഡൻസ്, അങ്ങനെ വരുന്ന ലോസസിനെയും ഈ കോൺട്രാക്റ്റിൽ ഈ ഡെഫിനേഷനിൽ കവർ ചെയ്യുന്നില്ല. പക്ഷെ അതും നമ്മൾ ഈ ബ്രോഡർ കോൺസെപ്റ്റിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഡെഫിനേഷനിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ഒന്ന് ആക്സിഡൻസ് അല്ലെങ്കിൽ ഒരാളുടെ കോണ്ടാക്ട് കാരണം അല്ലാതെ വരുന്ന ലോസസും, അതും ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി തന്നെ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ടു ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. നമ്മളൊരു കോൺട്രാക്ട് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാന്ന് പറയാണ്, അതൊരു തേർഡ് പേഴ്സന്റെ ലാബിലിറ്റിയാണ്, അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ വന്നിരിക്കുന്ന ഒരു പ്രോമിസ് നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ഗിവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ദ ഷുവർട്ടി. ആരാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ആരാണോ പറയുന്നത് അയാളാണ് ഷുവർട്ടി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പൊ ആരുടെ പ്രോമിസ് ആണോ നമ്മൾ കീപ്പ് ചെയ്യാന്ന് പറയുന്നത്, ആരാണോ ശരിക്കും പ്രോമിസ് കൊടുത്തിരിക്കുന്നത്, അല്ല ശരിക്കും ആ ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യേണ്ട പേഴ്സൺ ആരാണോ അയാളെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നു. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കോൾഡ് ക്രെഡിറ്റർ. ആർക്കാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന പേഴ്സൺ ബി എന്ന് പറയുന്ന ഒരു പേഴ്സണോട് പറയാണ് സി എന്ന് പറയുന്ന ഒരു പേഴ്സണ് കുറച്ച് പൈസ കൊടുക്കാൻ. എന്നിട്ട് പറയാണ് സി ആ പൈസ തന്നില്ലേ ഞാൻ തന്നോളാം. ഇവിടെ എ ആണ് ഷുവർട്ടി എന്ന് പറയുന്നത് അല്ലെ, അയാളാണ് ആ പ്രോമിസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ആ ഇത് പെർഫോം ചെയ്യേണ്ട ആള് സി ആണ് അല്ലെ. അപ്പൊ സി ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയുന്നത്. ഇതില് നമ്മൾ ആർക്കാണോ പ്രോമിസ് കൊടുത്തിരിക്കുന്നത്, ബിക്കാണ് പ്രോമിസ് കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ട്, അയാളാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് പേഴ്സൺസ് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ. ഒന്നാമത്തെ പറയുന്നത് കൺകറൻസ്. കൺകറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പാർട്ടിയുടെയും പെർമിഷൻ ഉണ്ടായിരിക്കണം. ഇതിൽ നമ്മൾ മൂന്ന് പാർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഷുവർട്ടി, പിന്നെ പ്രിൻസിപ്പൽ ഡെറ്റർ, പിന്നെ ക്രെഡിറ്റർ. ഈ മൂന്ന് പേഴ്സൺസും സൈൻ ചെയ്താൽ മാത്രമേ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആവുള്ളൂ. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് പ്രൈമറി ലാബിലിറ്റി. അവിടെ ഒരു ലാബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. പ്രൈമറി ആയിട്ട് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാര്യമില്ലാതെ നമുക്ക് അവിടെ ഷുവർട്ടി വെക്കാൻ പറ്റത്തില്ല, അവിടെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇല്ല. നെക്സ്റ്റ് റൈറ്റിംഗ് ഇസ് നോട്ട് കമ്പൽസറി. നമുക്ക് ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ആവാം, എഴുതി വെക്കണമെന്നില്ല. ഒരാളുടെ കോൺടാക്റ്റ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ഗ്യാരണ്ടി ഉണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റ് ആയാലും മതി.
കൃത്യമായിട്ട് എഴുതി വെച്ച കോൺട്രാക്റ്റ് ആവണം നിർബന്ധമില്ല. ഇനി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. ആ എല്ലാ എസെൻഷ്യൽസും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എക്സെപ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രിൻസിപ്പൽ ഡെറ്റർ ഇൻകോമ്പിറ്റന്റ് ആയ കുഴപ്പമില്ല. പ്രിൻസിപ്പൽ ഡെറ്റർ അത് ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യണം? ഷുവർട്ടി ചെയ്യണം അല്ലേ? അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ ഡെറ്റർ ഇൻകോമ്പിറ്റന്റ് ആണെങ്കിൽ ഷുവർട്ടിക്ക് ആ ലാബിലിറ്റി വന്ന് ഷുവർട്ടി ചെയ്യാം. അതുകൊണ്ട് അവിടെ ഇൻകോമ്പിറ്റൻസി ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ ഈ കോൺട്രാക്ടിനെ ഇൻവാലിഡേറ്റ് ചെയ്യില്ല. കൺസിഡറേഷൻ, ഈ ഷുവർട്ടിക്ക് ചിലപ്പോൾ കൺസിഡറേഷൻ ഒന്നും കിട്ടണമെന്നില്ല അല്ലേ? ഷുവർട്ടി ജസ്റ്റ് അയാളുടെ ആബ്സെൻസ് ഓഫ് പ്രോമിസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോമിസ് പെർഫോം ചെയ്യുന്നതിന്റെ ആബ്സെൻസിൽ നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി അയാൾക്ക് ഒരു കൺസിഡറേഷൻ ഒന്നും കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ കൺസിഡറേഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കോൺട്രാക്ട് ഇൻവാലിഡ് ആവില്ല. അവിടെ ആ ഷുവർട്ടിക്ക് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആണ്. അപ്പൊ ഇത്രയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്പർ ഓഫ് പാർട്ടീസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 പാർട്ടിയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ വരുന്നത്, ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലാണെങ്കിൽ 3 പേരുണ്ട് അല്ലേ? ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ, ഷുവർട്ടി, 3 പേരാണ് അതിൽ വരുന്നത്. ഇനി നമ്പർ ഓഫ് കോൺട്രാക്ട്, ഇൻഡെംനിറ്റിയിൽ ഒരു കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ, 2 പേര് തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. ഇനി ഗ്യാരണ്ടിയിലാണെങ്കിൽ ആക്ച്വലി 3 ആൾക്കാരുണ്ട്. അവർ 3 ആൾക്കാരും തമ്മിൽ കോൺട്രാക്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ 3 കോൺട്രാക്ട് ആവശ്യമുണ്ട് അവിടെ. ഇനി നെക്സ്റ്റ് നേച്ചർ ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റി ഓഫ് ഇൻഡെംനിഫയർ എന്ന് പറയുന്നത് പ്രൈമറി ആണ്. എന്ന് വെച്ചാൽ ബേസിക്കലി അവിടെ ഒരു ലാബിലിറ്റി അവർ തമ്മിലുണ്ട്. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഷുവർട്ടിയുടെ ലാബിലിറ്റി സെക്കൻഡറി ആണ്. പ്രിൻസിപ്പൽ ഡെറ്റർ പേ ചെയ്തില്ലെങ്കിൽ മാത്രമേ ഷുവർട്ടിക്ക് ഗ്യാരണ്ടി വരുന്നുള്ളൂ അല്ലേ? അപ്പൊ അതിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയാം. പ്രൈമറി അല്ല, സെക്കൻഡറി ആയിട്ടുള്ള ലാബിലിറ്റി ആണ് നമ്മൾ ഷുവർട്ടിക്ക് വരുന്നത്. നെക്സ്റ്റ് റിക്വസ്റ്റ്. ഇവിടെ ഇൻഡെംനിഫയർ ഇൻഡെംനിഫൈഡിന്റെ റിക്വസ്റ്റ് അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഷുവർട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത് ഷുവർട്ടി ഷുഡ് ഹാവ് ഗിവൺ ഗ്യാരണ്ടി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്റർ ആണ് പറയുന്നത് ഷുവർട്ടിയോട് ഞാൻ തന്നില്ലെങ്കിൽ നീ തരുമെന്ന് പറയണം. അല്ലാതെ ചുമ്മാ നമ്മൾ ഒരാളുടെ പേയ്മെന്റിന് ഗ്യാരണ്ടി നിൽക്കത്തില്ല അല്ലെ? അപ്പൊ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ റിക്വസ്റ്റിന്റെ പുറത്താണ് അവിടെ ഷുവർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്ന കമൻസ്മെന്റ് ഓഫ് ലാബിലിറ്റി. ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ലോസ് വരുമ്പോൾ മാത്രമേ അത് ഇൻഡെംനിഫൈ ചെയ്യേണ്ടുള്ളൂ. ഒരു ലോസ് ഇൻഡെംനിഫൈ ചെയ്യാനുള്ള, ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലോസ് വരുമ്പോൾ മാത്രമേ ഇവിടെ ലാബിലിറ്റി വരുന്നുള്ളൂ. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിന്റെ കേസിലാണെങ്കിൽ ഓൾറെഡി അവിടെ ലാബിലിറ്റി ഇരിപ്പുണ്ട്, ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അത് അയാൾ കൊടുക്കാത്തപ്പോഴാണ് നമ്മുടെ ഷുവർട്ടിക്ക് ലാബിലിറ്റി വരുന്നുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റിംഗ് ലാബിലിറ്റി കിടപ്പുണ്ട്. നെക്സ്റ്റ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. ഇപ്പം ഇൻഡെംനിറ്റിയുടെ കേസിലാണെങ്കിൽ അയാൾക്കൊരു തേർഡ് പേഴ്സന്റെ പേര് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. കോൺട്രാക്റ്റിൽ അവർ തമ്മിലാണുള്ളത്. അപ്പൊ അവർ തമ്മിൽ നമുക്ക് എന്തെങ്കിലും അവർ തമ്മിൽ ഡീലിങ്സ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഷുവർട്ടിയുടെ കേസിലാണെങ്കിൽ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ലാബിലിറ്റി ഷുവർട്ടി പേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഷുവർട്ടിക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പൽ ഡെറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊസീഡിങ്സ് ചെയ്യാം. എന്നുവെച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് ആ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടി ഇയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോവാം. ഇപ്പൊ തേർഡ് പാർട്ടിയാണ് ഇവിടെ എന്ന് വെച്ചാൽ അവിടെ കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പല കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി. അതിൽ ഫസ്റ്റ് പറഞ്ഞ സ്പെസിഫിക് ഗ്യാരണ്ടി. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡെപ്റ്റിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഡെപ്റ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ആ ഗ്യാരണ്ടിയുടെ കോൺട്രാക്ട് അവിടെ കഴിയും. അപ്പോൾ അതാണ് സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂയിങ് പീരിയഡിലേക്ക് നമ്മൾ പറയുകയാണ്, ഇത്രയും പീരിയഡിലേക്ക് അല്ലെങ്കിൽ ഇന്ന ആൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ ഞാൻ അതിന് ഗ്യാരണ്ടി തന്നേക്കാം എന്ന് പറയുകയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അല്ല, മോർ ദാൻ വൺ ട്രാൻസാക്ഷൻ വരുവാണ്. നെക്സ്റ്റ് റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഓൾറെഡി ഇരിക്കുന്ന ഒരു ഡെപ്റ്റിന്റെ മേലെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഓൾറെഡി ഒരു ഡെപ്റ്റ് അവിടെ ഉണ്ട്, ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പറയുകയാണ് ഇയാൾ പൈസ തന്നില്ല ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ അത് റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി ആവും. ഇനി പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭാവിയിൽ ഒരു ഡെപ്റ്റ് വരാൻ പോവുകയാണ്, അതിൻ്റെ മേലെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഭാവിയിൽ ഇങ്ങനെ ഒരു വരുവാണെങ്കിൽ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ ഹോണസ്റ്റിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഒരാളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അപ്പോൾ അയാൾ ഡിസോണസ്റ്റി കാണിക്കുകയാണെങ്കിൽ, അല്ല അയാളുടെ കോണ്ടാക്ട് ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാനിങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്നാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി. നമ്മൾ ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി പറഞ്ഞപ്പം സെക്കൻഡ് പറഞ്ഞ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയുടെ റിവോക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇപ്പം കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്കേഷൻ രണ്ട് ടൈപ്സിൽ വരാം. അതിൽ ഒന്നാമത്തെ ബൈ നോട്ടീസ്. ഇപ്പം ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ആള് ഷുവർട്ടിക്ക് പെട്ടെന്ന് തോന്നുവാണ് ഇനി എനിക്ക് ഇതിന്റെ ഗ്യാരണ്ടി കൊടുക്കേണ്ട താല്പര്യമില്ലെന്ന് തോന്നുവാണെങ്കിൽ അയാൾക്ക് ഒരു നോട്ടീസ് കൊടുക്കാം. അപ്പം നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് മാത്രമേ അയാൾക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ നോട്ടീസ് കൊടുക്കുന്ന ഡേറ്റ് വരെ വന്ന എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഷുവർട്ടി കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അയാൾ ചെയ്തിരിക്കണം. ഇപ്പം നോട്ടീസ് കൊടുക്കുന്ന ഡേറ്റിന് ശേഷം വരുന്ന ട്രാൻസാക്ഷൻസിന് അയാൾ ലാബിൾ ആയിരിക്കില്ല. ഇനി ബൈ ഡെത്ത് ഓഫ് ഷുവർട്ടി മരിച്ചു പോവാണ്, അവിടെ നമ്മൾ വേറൊരു കോൺട്രാക്ട് ഒന്നും വെച്ചിട്ടില്ല, അയാൾ മരിച്ചാൽ ഇന്നയാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്ട് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അവിടെ റിവോക്കേറ്റ് ആവും. ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് മാത്രമേ റിവോക്കേഷൻ വരുള്ളൂ. ആ ഡെത്തിന്റെ ആ സമയം വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും ഈ ഷുവർട്ടി ലയബിൾ ആയിരിക്കും. അപ്പം അതിൻ്റെ ലയബിലിറ്റി പാസ്റ്റ് ട്രാൻസാക്ഷൻസിന് വരില്ല, ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് മാത്രമേ വരുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. ഷുവർട്ടിയുടെ ലയബിലിറ്റി അതിന്റെ നേച്ചർ എന്താണ്, അത് എത്രത്തോളം വരുന്നുണ്ട്. ഒന്നാമത്തെ നേച്ചർ ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ലയബിലിറ്റി ആയിട്ട് കോ എക്സ്റ്റെൻസീവ് ആണെന്ന് വെച്ചാൽ അത് എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ ഷുവർട്ടിയുടെ ലയബിലിറ്റി. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എത്ര പൈസ കൊടുക്കാനുണ്ടോ അത്ര തന്നെയാണ് നമ്മുടെ ഷുവർട്ടി കൊടുക്കാനുള്ള എമൗണ്ട്. അപ്പം അത് രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഷുവർട്ടി മേ ലിമിറ്റ് ഇസ് ലയബിലിറ്റി. നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു കോ എക്സ്റ്റെൻസീവ് ആണ്, പക്ഷേ എന്നാലും ഷുവർട്ടിക്ക് വേണമെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കോൺട്രാക്ട് ഷുവർട്ടിക്ക് വെക്കാം. ഇപ്പം പ്രിൻസിപ്പൽ ഡെറ്റർ 50,000 കൊടുക്കാനുണ്ട്, അതിൽ 20,000 ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഷുവർട്ടിക്ക് അത് ലിമിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അതിന് വേണ്ടി വേറൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് സെക്കൻഡറി ലയബിലിറ്റി. ഷുവർട്ടിയുടെ ലയബിലിറ്റി എപ്പോഴും സെക്കൻഡറി ആണ്. പ്രൈമറി ലയബിലിറ്റി വരുന്നത് പ്രിൻസിപ്പൽ ഡെറ്ററിനാണ്. പ്രിൻസിപ്പൽ ഡെറ്റർ അത് അടച്ചില്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ ഷുവർട്ടിക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ. പക്ഷേ ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഷുവർട്ടിക്ക് എപ്പോഴാണോ ലയബിലിറ്റി വരുന്നത് അപ്പോൾ ആ സമയത്ത് അയാൾ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ സെയിം പൊസിഷനിലായിരിക്കും. പിന്നെ പ്രിൻസിപ്പൽ ഡെറ്റർ അല്ല അടക്കേണ്ട, അയാൾ അടക്കേണ്ടത്. അപ്പം നമ്മൾ ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ പോലെയാവും അത്. അവിടെ പിന്നെ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പൊസിഷനിൽ വരുന്നത് ഷുവർട്ടിയാണ്. അപ്പം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈമറി ലയബിലിറ്റി വരുന്ന പ്രിൻസിപ്പൽ ഡെറ്ററിനാണ്, സെക്കൻഡറി ലയബിലിറ്റി ആണ് നമ്മുടെ ഷുവർട്ടിക്ക് വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി ആണ്. ഇതിൽ ആദ്യം നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണെന്ന് പഠിച്ചു, അതിനുശേഷം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും തമ്മിൽ ഡിഫറൻസ് ആണ്. ഇതൊരു 6 ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി, പല ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്, അത് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിൽ ഈ ടൈപ്സിൽ വരുന്ന ഒന്നാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, അതിൻ്റെ റിവോക്കേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഷുവർട്ടിയുടെ ലയബിലിറ്റിയുടെ നേച്ചറും എക്സ്റ്റെൻറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.